ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഗുണ്ടൽപേട്ടിലെ മുന്തിരിത്തോട്ടം കാണാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഒത്തിരി മുന്തിരി കായ്ച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം പഴുത്തു തുടങ്ങിയില്ല, ചെറുതായിട്ട് പഴുത്തു തുടങ്ങിയുള്ളൂ. വിളവെടുപ്പ് ആവാറായില്ല. പക്ഷെ നല്ല വൃത്തിയായിട്ടാണ് ഈ മുന്തിരിത്തോട്ടം നിൽക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. കാരണം വെച്ചാൽ ഒരേ ലെവലിലെല്ലാം നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നു. പിന്നെ അതുകൂടാതെ അതിൻ്റെ എല്ലാം ഈ തണ്ടുണ്ടല്ലോ താഴേന്ന് പോകുന്ന, അത് നല്ല മരം പോലെ നിൽക്കുന്ന. വള്ളിയാണെങ്കിൽ അത് വലിയ ബലമായിട്ട് വന്ന് നിൽക്കുന്നു. പിന്നെ അവിടെ ഒന്നും പുല്ലോ ഒന്നുമില്ല, നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. ഇത് ഇൻസ്റ്റയിൽ ഒത്തിരി പേര് ഇട്ടേക്കണ കണ്ടാൽ ഞങ്ങൾ അവിടെയും പോയത്. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാന്നൊക്കെയാണ് അങ്ങനെ കേട്ടത്. ഞങ്ങൾ പോയപ്പോൾ ഒരു തിരക്കുമില്ല, രാവിലെ തന്നെ പോയത്. ഒറ്റ തിരക്കില്ലായിരുന്നു, നന്നായിട്ട് നമുക്കത് കാണാൻ പറ്റി. പിന്നെ പറിക്കാനൊന്നും പോയില്ല, ഒരെണ്ണം പോലും ഞങ്ങൾ പറിച്ചില്ല. കാരണം ഇതൊക്കെ വിഷം അടിച്ച് നിൽക്കുന്നത്, അതുമല്ല ഓരോരുത്തർ ഇങ്ങനെ പറിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് തീരുമല്ലോ, അത് നട്ടയാൾക്ക് പ്രയോജനം ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം എല്ലാം കണ്ടു, ഇങ്ങനെ എല്ലാം വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പോന്നു. തേനിയിലൊക്കെ ഞങ്ങൾ ഒത്തിരി പോയിട്ടുണ്ട് ഇതിങ്ങനെ കാണാൻ. തേനിയേക്കാളും കുറച്ചുകൂടിയും ഭംഗി ഈ തോട്ടത്തിനുണ്ട്. കാരണം ഈ ഇലയെല്ലാം ഇച്ചിരി മുഴുത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്. ഈ ബഡിൻ്റെയോ അങ്ങനെ എന്താണെന്നറിയത്തില്ല, നല്ലതായിട്ട് കിടക്കുന്നു. പക്ഷെ ഇതിന് മുമ്പ് ആൾക്കാർ വന്ന് കുറേയൊക്കെ പറിച്ചതിൻ്റെയൊക്കെ പാടുകളുണ്ട് ഇങ്ങനെ വല്ലാണ്ട്. അതുകൊണ്ട് അവിടെ എന്തോ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇൻസ്റ്റയിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാം നീറ്റായിട്ട് കിടക്കുന്നു, കാണാനുണ്ട്. ഒരാൾക്ക് 25 രൂപയാണ് ഇതിനകത്ത് കയറാനുള്ള പാസ്സും ഉണ്ട്. അത് അവിടെ വെളിയിൽ നിന്നൊരാൾ നമ്മുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് കടത്തി വിടുന്നുള്ളൂ. നീറ്റായിട്ട് കിടക്കുന്നു, കാണാനും നല്ല സൗകര്യം എല്ലാം കൊണ്ട്. നല്ല മുഴുത്ത നല്ല വലിയ മുന്തിരിങ്ങയായിരുന്നു ഇതിനകത്തുള്ളത്. അത് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറെ ഒത്തിരി കാണാനൊക്കെ ഉണ്ട് നമുക്ക്. സപ്പോട്ടയുണ്ട്, ചെറിയുണ്ട്, അങ്ങനെ കുറേ ഐറ്റങ്ങൾ അവിടെ ഇങ്ങനെ ഒത്തിരി ഏക്കറായിട്ട് ഒരാൾ ചെയ്തേക്കുന്നതാണ് അയാളുടെ. ഇനിയിപ്പോൾ അവിടെ ചെറിയ ചെറിയ ഹട്ട് പോലെ വീടുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് വരുന്നവർക്ക് വേണമെങ്കിൽ താമസിക്കാനുള്ള കൂട്ടത്തിലാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പം നമ്മൾ താമസിച്ച് ഇവിടെ എല്ലാം കാണാൻ പോവുകയും ചെയ്യാമല്ലോ, അതിനുള്ളതായിരിക്കും. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ അവിടെ ഈ മുന്തിരിയുടെ വൈന് അതെല്ലാം വിൽക്കാനും വച്ചിട്ടുണ്ട്. പിന്നെ സിറപ്പ്, വൈനല്ല സിറപ്പ് അങ്ങനെയുള്ള. പിന്നെ അതുപോലെ സൺഫ്ലവറിൻ്റെ തേന്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സൺഫ്ലവറിൻ്റെ തേന്. അപ്പോൾ അതെങ്ങനെയാണ് സൺഫ്ലവറിൻ്റെ തേൻ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, സൺഫ്ലവർ തോട്ടത്തിൽ ഈ തേനീച്ചക്കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന തേനാണെന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റും ഉണ്ട്. അതിങ്ങനെ ചെറിയ ബോട്ടിൽ, വലിയ ബോട്ടിൽ, അങ്ങനെ പലതായിട്ടുണ്ട്. പിന്നെ ഈ തേനിൻ്റെ പൂമ്പൊടി ഉണ്ടല്ലോ, തേനിങ്ങനെ വരുന്നത്, അതിങ്ങനെ പീസായിട്ട് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒറിജിനലാണെന്ന് മനസ്സിലാവും. അതും വിൽക്കാനായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഈ നെല്ലിക്ക, മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെയുള്ള ഐറ്റങ്ങൾ, അങ്ങനെ കുറേ ബിസിനസ്സിന് വേണ്ടിയിട്ട്. ഇത് ആളുകളെല്ലാം വരികയല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും മേടിക്കുമല്ലോ. അപ്പം ഞങ്ങളും മേടിച്ചു, തേനൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറേ കണ്ടു അങ്ങനെ. പിന്നെ ഇതിൻ്റെ കുറച്ച് ഏക്കർ സ്ഥലം കിടപ്പുണ്ട്, അവിടെ ഇങ്ങനെ കാണാനായിട്ട് ഞങ്ങൾ പോയി. അവിടെ ഇങ്ങനെ ചെടികളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തായിട്ടൊരു വയലറ്റ് ഫ്ലവർ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഒരു ഫ്ലവർ, അതിൻ്റെ പേരെനിക്കും അറിയത്തില്ല. പിന്നെ സപ്പോട്ട ഒത്തിരി ഉണ്ട്, എല്ലാം കുറേ വിളഞ്ഞ് നിൽക്കുന്നു. എനിക്കൊരു ആൾക്കാർ വന്ന് കുറേയൊക്കെ പറിച്ചും നശിപ്പിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ ചെറിയൊക്കെ ആയാലും ഒത്തിരി ചെറി നിറച്ചുണ്ടായിരുന്നു ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ. അപ്പോൾ ഈ പച്ച ചെറിയുടെ ടേസ്റ്റ് ഞാനും കണ്ടിട്ടില്ല, എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈ വാങ്ങിക്കുന്ന ചെറിയ കഴിച്ച് നോക്കിയിട്ടുള്ളൂ. അപ്പം ഞാനതിൽ നിന്ന് അത് കാരണം ഒരെണ്ണം പറിച്ചൊന്ന് കടിച്ചു നോക്കി, എന്തോ ടേസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല പുളിയും ഒരു കമർപ്പുമായിട്ടായിരുന്നു. അതേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഇതെല്ലാം കണ്ട് അതിൻ്റെ ഭംഗി കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, താങ്ക്